അലക്കുവാ അമ്മയുടെ കുഞ്ഞേ. അടുത്ത അക്കടമുത്ത് വന്ന അമ്മതേ മുട്ടയും പാലും തരാം കേട്ടോ. ഇതൊന്ന് അലക്കി കഴിഞ്ഞേക്കട്ടെ. മുട്ട കിട്ടി, 2-3 കിട്ടി. സ്കൂളിൽ നമ്മള് CBSE സ്കൂളല്ലേ, ഗവൺമെന്റ് സ്കൂളിലല്ലേ മുട്ട കിട്ടുള്ളൂ. പക്ഷെ ഇവരുടെ ക്ലാസ്സിൽ ഇന്ന് മുട്ട കൊടുത്തു, അത് ഇവന് മാത്രം. നാടൻ മുട്ട അല്ല, ഇംഗ്ലീഷ് മുട്ട. മുട്ട UK ഇംഗ്ലണ്ടിലൊക്കെ മാത്രം കണ്ടുവരുന്ന ഇംഗ്ലീഷ് മുട്ട. വയറ് നിറഞ്ഞ എന്തായാലും കുഞ്ഞിന്? ഇല്ലില്ല, വയറ് നിറഞ്ഞിട്ട്. അന്ന് അമ്മ പാലും കൂടി തരാം, അപ്പൊ വയറ് നിറയും കേട്ടോ. പക്ഷെ മനസ്സ് നിറഞ്ഞിരിക്കും. അവന്റെ അല്ല, എന്റെ. എന്തേ? ഇവന്റെ മിസ് കണ്ട് കുറെ പരാതി പറഞ്ഞു. മുട്ടയ്ക്കോ? മുട്ടയ്ക്കല്ല, കൊച്ചിന്റെ പഠിത്തത്തിന്. കൊച്ചു പഠിത്തത്തിൽ ഭയങ്കര മോശമായി. ഇന്നത്തെ ടെസ്റ്റ് പേപ്പർ അവന് കിട്ടിയത് ആ മുട്ട, ഇംഗ്ലീഷിന്റെ ടെസ്റ്റ് പേപ്പറിന്റെ മുട്ട. ആ മുട്ടയാണോ? ആ മുട്ടയാ. കൊച്ചു അവര് പറയാൻ നല്ലോണം പഠിച്ചോണ്ടിരുന്ന കുഞ്ഞ് ഇപ്പൊ എന്തോ പറ്റിയെന്ന്. എന്തോടാ പറ്റിയത്? എന്താ പറ്റിയത്? എനിക്ക് മാമി പഠിപ്പിച്ചു തരുമ്പോ എല്ലാം മനസ്സിലാവുമായിരുന്നു. മറ്റന്നാള് പരീക്ഷ ഉണ്ടോ? മറ്റന്നാള് പരീക്ഷ ഉണ്ടോന്ന്? ഏതാ? വല്ലതും അറിയാവോ? ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. കുഞ്ഞിനെ പഴയതുപോലെ ഇല്ലിപ്പൻ്റെ അടുത്ത് ട്യൂഷനാക്കും. അതിന് അവള് മിണ്ടണ്ടേ? ആരാണ് ആദ്യമേ മിണ്ടാതെ വന്നത്? ഞാൻ കാര്യം പറഞ്ഞുള്ളൂ. കാര്യം പറഞ്ഞല്ലോ. കൊച്ചിനെ എടുത്തോണ്ട് വന്ന് ഇനി മേലെ പഠിപ്പിക്കാൻ വിടത്തില്ലെന്ന് തീരുമാനിച്ചതാരാ? ശരി, അത് ഞാനാണ്. പക്ഷെ ഈ കൊച്ചാരാ? അവളുടെ അങ്ങടെ കൊച്ചല്ലേ. ആ കൊച്ചിനെ തിരിച്ചു പോവാ മോനെ പഠിപ്പിക്കാം അമ്മ അങ്ങനെയൊക്കെ പറയുമെന്ന് പറഞ്ഞ് ഇവക്ക് വിളിച്ചോണ്ട് പോയാൽ എന്താ കുഴപ്പം? എങ്കിൽ അങ്ങനെയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ കൊച്ചിനെ പഠിപ്പിച്ച ലില്ലി ആരാ? ആങ്ങളുടെ വൈഫാണോ? അപ്പൊ അവരുടെ അടുത്ത് ഈ വാശി കാണിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ കുഞ്ഞിന്റെ കാര്യം നോക്കിയാ പോരെ? പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അങ്ങോട്ട് കേറുന്നു, എന്നെ മാമി പഠിപ്പിച്ചാ മതി, എന്നെ മാമി പഠിപ്പിച്ചാ മതി, എന്നെ മാമി പഠിപ്പിച്ചാ മതി എന്ന് കരയണം. എങ്ങനെ കരയൊന്ന് കാണിച്ചേ. എന്നെ മാമി പഠിപ്പിച്ചാ മതി, എന്നെ മാമി പഠിപ്പിച്ചാ. എന്തിനാ കൈ ഇങ്ങനെ കാണിക്കുന്നത്? എന്നെ മാമി പഠിപ്പിച്ചാ മതി, എന്നെ മാമി പഠിപ്പിച്ചാ. ഇവിടെ മുഖത്ത് സങ്കടം വരട്ടെ, പറ്റുവാണെങ്കിൽ കണ്ണീരും വരുത്തണം കേട്ടോ. അമ്മ ഇവിടെ നിന്നോളാം. ഓർമ്മയുണ്ടല്ലോ. അങ്ങോട്ട് നീങ്ങ. തുടങ്ങിക്കോ. വാതിക്കലോട്ട് നീങ്ങിക്ക്. തുടങ്ങി. എന്നെ മാമി പഠിപ്പിച്ചാ മതി, എന്നെ മാമി പഠിപ്പിച്ചാ മതി, എന്നെ മാമി പഠിപ്പിച്ചാ മതി, എന്നെ മാമി പഠിപ്പിച്ചാ മതി. ഇടയ്ക്ക് നിർത്തിക്കോ. വരുന്നുണ്ടോ? ആരെങ്കിലും വരുന്നുണ്ടോ? ഒന്നുകൂടെ പറ. എന്നെ മാമി പഠിപ്പിച്ചാ മതി, എന്നെ മാമി പഠിപ്പിച്ചാ മതി, എന്നെ മാമി പഠിപ്പിച്ചാ മതി. എന്തോ കൊച്ചു കിടന്ന് നിലവിളിക്കുന്നു. നിർത്ത്. കുറെ നേരമായി തുടങ്ങിയിട്ട്. എന്റെ അമ്മ രാവിലെ ഇവന് തുടങ്ങിയതാ. എന്നെ കൂമി പഠിപ്പിച്ചാ മതി എന്ന് പറഞ്ഞ നല്ല അടി ഞാൻ കിട്ടും. കൂടെ അയ്യോ, അത് അവള് വന്ന് പഠിപ്പിക്കണ്ടായിരുന്നു. നിനക്കെന്താ? വേണ്ട, പഠിപ്പിക്കണ്ട. എന്താ അമ്മേ? ഈ കൊച്ചു കിടന്ന് നിലവിളിക്കുന്നത്. എന്നെ മാമി പഠിപ്പിച്ചാ മതിയേ, എന്നെ മാമി പഠിപ്പിച്ചാ മതിയേ എന്ന് പറഞ്ഞോണ്ട് അവള് കൊച്ചിനായിട്ട് അടിക്കുന്നത്. എല്ലാ കാര്യം ഉണ്ടാ? നീ അത് പറഞ്ഞു കൊടുക്ക്. എന്നപ്പാ മക്കളെ, എന്നെ മാമി പഠിപ്പിച്ചാ മതി. അത് വേണ്ട പൊന്നെ. മാമി കുഞ്ഞിനെ പഠിപ്പിക്കുന്നില്ല. അതല്ലമ്മേ, ഞാനിവനെ പഠിപ്പിച്ചാൽ ശരിയാവത്തില്ല. ചിലപ്പോഴേ മാർക്ക് കുറഞ്ഞു പോകും. പിന്നെ അതിന്റെ വഴിയും കൂടെ ഞാൻ കേൾക്കേണ്ടി വരും. മാമിക്ക് കുഞ്ഞിനെ പഠിപ്പിക്കാനുള്ള യോഗമില്ല. അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ ഈ നമ്പർ ഒന്നും നടക്കൂലെന്ന്. അമ്മ എന്നെ ഒന്ന് പറ. ഓഹോ, പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയതാ. നിനക്ക് നേരിട്ട് പറഞ്ഞുകൂടായിരുന്നാടി? ചെല്ല്, പോയി ബുക്ക് എടുത്തോണ്ട് വാ. ഒന്നുമില്ല, വാ. ബുക്ക് എടുത്ത് ശരി, പൊയ്ക്കോ. ഓ